Hello friends, welcome back to Ting Tong. It's me Leah and Laura. So we're back again, guys. Yes. Yeah. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിരുന്നു ബട്ട് എന്തുകൊണ്ടായിരുന്നു എക്സാം ഇപ്പൊ എല്ലാവർക്കും എക്സാംസ് ഒക്കെ തുടങ്ങി വന്നല്ലേ ചിലരുടെ അവസാനിച്ചു ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങളുടെ അവസാനിച്ചു ഇനി അടുത്ത എക്സാം വരുന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് എന്റെ കഴിഞ്ഞു ഇനി അടുത്ത എക്സാം ജൂണിൽ വരുന്നുണ്ട് അപ്പൊ എക്സാം പ്രഷറാണല്ലോ ഇപ്പൊ എല്ലാവർക്കും അല്ലേ അപ്പൊ അതിന് സ്ട്രെസ് ആ എക്സാം പ്രഷർ മാറ്റി വെച്ച് ഞങ്ങൾ 1 മണിക്കൂർ ഞങ്ങളുടെ ഷോ കാണാം ഓക്കെ അപ്പോൾ 1 മണിക്കൂർ 4 to 5 will be with you guys അപ്പോൾ നിങ്ങൾ ഞങ്ങൾ വിളിക്കണം എന്നാലേ കൂടുതൽ സ്ട്രെസ് പോകത്തുള്ളൂ അത് വിളിച്ചാലേ പോകത്തുള്ളൂ ഈ ലിയ പറഞ്ഞ സാധനം അപ്പൊ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 2-3 ചോദ്യങ്ങളൊക്കെ ചോദിക്കും കുസൃതി ചോദ്യങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് ദ വിളിച്ചു കഴിയുന്ന എൻ്റെ ആകുമ്പോൾ ലൈക്ക് നിങ്ങളുടെ കൂടെ സംസാരിച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഞങ്ങളൊരു ചോദ്യം ചോദിക്കും എന്നിട്ട് നിങ്ങൾ അതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ എന്നെ കിട്ടും ഗിഫ്റ്റ് ഓക്കെ we give you so much gifts അപ്പൊ എല്ലാ പ്രാവശ്യം ആൻസർ പറഞ്ഞ് കറക്റ്റ് കിട്ടിയാൽ അപ്പൊ ചിലപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പാട്ട് പാടി തന്നാല് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോ ചോദ്യം വേണ്ടേ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ചോദ്യങ്ങളിൽ തെറ്റ് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാം കുഴപ്പമില്ല ഗിഫ്റ്റ് വന്നേക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വിളിക്കേണ്ട നമ്പർ 0423824991. യെസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര എക്സാം പ്രഷറൊക്കെ ആയി പ്രഷർ അല്ലെന്ന് വെച്ചാൽ പുതിയ വർഷം തുടങ്ങി അല്ലേ അപ്പൊ എല്ലാ പുതിയ വർഷവും പുതിയ കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത് അല്ലേ ഫോർ എക്സാമ്പിൾ 9th നിന്ന് 10th മാറുമ്പോഴും 10th നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കും അപ്പോൾ അതുകൊണ്ട് എവറിത്തിങ് ഈസ് ന്യൂ ടു everyone, right? So what I'm trying to say is that ella ദിവസവും you learn something new. Yeah. So ഇന്ന് ഞാനാണെങ്കിൽ ഇന്ന് ഫാക്സിന്റെ അഭിഷേകമാണ് ഓക്കെ facts like world facts random facts okay എല്ലാരും പഠിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേനും ഇല്ല I'm not saying you have to study ഇത് ചിലപ്പോൾ you might find it interesting interesting facts okay അപ്പോൾ അത് മാത്രം ഇന്ന് ഞാൻ പറയാൻ പോകുന്നു ഓക്കെ ഇന്ന് നിങ്ങൾക്ക് കൊണ്ട് കുറച്ച് ജനറൽ നോളജ് ഒക്കെ നിങ്ങൾ കൂട്ടിക്കാൻ പോവാം ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് സോ Are you ready for those? Yes. നമ്മളപ്പോ അതിന്റെ ഫാക്സിന്റെ വഴിയിൽ വരുന്നുണ്ട് നമുക്ക് അതിനെപ്പറ്റി വെതറിനെ പറ്റി പറയാം നമ്മള് കുട്ടികളായെങ്കിൽ നമുക്ക് വെതർ അല്ലെങ്കിൽ ഫാക്സ് ഭയങ്കര ചൂടാണ് സോ ഇപ്പൊ ചൂടാണ് നാട്ടില് നമ്മള് അന്നാണെങ്കിൽ 2-3 ആഴ്ച മുന്നേ we were talking about how ഇവിടെ ഭയങ്കര മഴ പക്ഷെ അതിപ്പോ ഓപ്പോസിറ്റായി മാറി ഇവിടുത്തെ ചൂടും അവിടെ ഭയങ്കര മഴയാണ് അപ്പൊ മഴ അവിടുത്തെ മഴ ഇന്നലെ മഴ തുടങ്ങിയതേ ഉള്ളൂ പക്ഷെ ന്യൂസ് വന്നു എന്നാ മരം വീണുന്ന് ന്യൂസ് വന്നു ആണോ യെസ് അപ്പോ അതുവരെ ഞാൻ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാറുണ്ട് അറിയോ ഇതുപോലത്തെ ഒക്കെ വല്ല ജനറൽ നോളജ് ഒക്കെ ന്യൂസ് പേപ്പർ വരാറില്ലല്ലോ ഞാൻ ഓൺലൈൻ ന്യൂസാണ് വായിക്കാറുള്ളത് ഓക്കെ സോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഞാൻ ഇത് കേട്ടു അപ്പോൾ ഇവിടെ ഭയങ്കര ചൂട് തുടങ്ങി വലിയ ചൂടില്ല ബട്ട് ബിക്കോസ് 36 ഡിഗ്രി സെൽഷ്യസ് അപ്പൊ ഇവിടെ എന്നാ 36 ഡിഗ്രി സെൽഷ്യസ് പക്ഷെ കൂടും എന്തായാലും ജൂൺ ജൂലൈ ആകുമ്പോൾ എന്തായാലും കൂടും ആ സമയം നമ്മൾ മഴ കൊള്ളാൻ വേണ്ടി നമ്മൾ നാട്ടിലേക്ക് പോകും പക്ഷെ അവിടുത്തെ മഴ മടുത്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരും ദാറ്റ് ഇസ് വാട്ട് അവർ ഇയർലി റുട്ടീൻ ഇസ് സോ അതാണ് ഞാൻ പറയണമെന്ന് വെച്ചിരിക്കുക ലിയനെ കാണുമ്പോഴത്തേനും ഒരു തമിഴത്തിയുടെ ലുക്ക് ഉണ്ട് ആ മൂക്കുത്തി ഒക്കെ കണ്ടില്ല എല്ലാവരും കാണിച്ചു കൊടുത്ത് മൂക്കുത്തി കുറച്ച് ആർക്കാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലേ ജസ്റ്റ് മൂക്കുത്തി എന്നാലെന്തുവാ അതൊരു ചേഞ്ച് അല്ലേ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തി അത് ചേഞ്ച് തന്നെ എന്താണെങ്കിലും ചെറിയതാണെങ്കിലും അത് വലുതാണെങ്കിലും ഒക്കെ സോ ആർക്കാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത് സോ അപ്പൊ നമ്മളിപ്പോ മഴയെ പറ്റി പറഞ്ഞു മഴയല്ല വെതറിനെ പറ്റി പറഞ്ഞു നമ്മളിപ്പോ എക്സാംസിനെ പറ്റി പറഞ്ഞു നമ്മൾ കുട്ടികളല്ലേ അപ്പൊ നമുക്ക് അതിനെ പറ്റി വേറെ ഒന്നും പറയാൻ ഇല്ല അതല്ലാതെ വേറെ ഒന്നും ഇല്ല പറയാൻ യെസ് എക്സാക്ട്ലി പക്ഷെ വേറെ വേണം ഓക്കെ വേറെ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ട് പക്ഷെ അതിന് വേണ്ടത് നിങ്ങളാണ് നിങ്ങൾ വിളിച്ചാലേ എനിക്ക് അതിനെപ്പറ്റി വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ മടുത്തു ഇത് ഓരോ കാര്യം ഇങ്ങോട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പറയുന്നത് എനിക്ക് മടുത്തല്ലോ സംസാരിക്കാൻ ഞാനും മടുത്തു So that's all. അപ്പൊ ഞങ്ങൾ വിളിക്കാൻ നമ്പർ 04238249. ഫാക്സിലേക്ക് പോട്ടെ നമുക്ക് ഫാക്സിലൂടെ തന്നെ 2-3 ഫാക്ടോളൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഗെയിം കളിക്കാം പക്ഷെ ഗെയിം കളിക്കുന്നതിന് മുമ്പ് ഒരു കോളർ എങ്കിലും വേണം ഓക്കെ അപ്പൊ ഞങ്ങള്
അപ്പം ഞങ്ങൾ ഈ ഫാക്ട്സ് പറഞ്ഞ് മടുക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു കോളർ വേണം. ഓക്കെ, Yes. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഫാക്ട്സ് പറയട്ടെ. പറഞ്ഞോ. ഇറ്റ്സ് നോട്ട് ഫാക്ട്സ് ബട്ട് ദിസ് ഇസ് ഞാൻ പറയാൻ പോകുന്നത് ഇറ്റ്സ് സ്ട്രേഞ്ച് ബട്ട് ട്രൂ. ഓക്കെ. ഓക്കെ, ഞാൻ വായിക്കാൻ പോവാം. എ ലോയർ ഹോപ്സ് യു ഗെറ്റ് ഇൻ ടു ട്രബിൾ. ഓബിയസ്ലി എന്നാലേ ആൾക്ക് ശമ്പളം കിട്ടുള്ളൂ. Yeah. A doctor hopes you get sick. Yeah. A police hopes you become a criminal. Okay, a teacher hopes you are hopes you are born silly. Okay. A landlord hopes you don't build a house. ഓക്കെ. A dentist hopes that your teeth decay. A mechanic hopes your car breaks down. The coffin maker hopes you're dead. Coffin maker. ഞാൻ കേട്ടത് കോഫി മേക്കർ. Coffin. Okay? Okay. Last. Only a thief wishes you prosperity in life. വാവ്. You understand? മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. ഈ ഞാൻ പറഞ്ഞ എല്ലാ ഓക്യുപ്പേഷനിലെ ആൾക്കാരും they wish something bad for you. എന്നാലേ they will get, they'll have their own job. Yes. Right? But a thief hopes you're rich, then only he can, Yes. steal from you. So that's what. It's strange, but it's actually true, right? Yeah. Yeah. Next one. Okay. Yes. In a typical lifetime, we spend 6 years dreaming. 6 years of dreaming. ഉറങ്ങുമ്പോൾ ഡ്രീം ചെയ്യത്തില്ലേ? That 6 years of dreaming. മനസ്സിലായില്ല. In a year, in your lifetime, from birth To okay, old so you're age, technically dreaming for 6 years. 6 years. Wow. Next, all animals dream. Do you know that? Even imagine fishes dreaming. I was just thinking, what would they dream of, anyways? Next, you forget 90%. Okay, this is all dreaming, but yeah, okay. You forget 90% of dreams within 10 minutes of waking up. I mean, I forget everything. Exactly. The only thing I remember is falling down. Some people. Yeah. ഉറങ്ങുന്ന സമയത്ത് എവിടെയൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കേട്ടിട്ടുണ്ട് ഈ ഫോളിങ് ഡൗൺ ഇങ്ങനെ രാത്രി കഴിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ മൈൻഡ് നമുക്കൊരു എന്താ പറയുക ക്ലൂ തരുന്ന ആർ ബോഡി ഈസ് വെരി അൺഹെൽത്തി എന്ന് പറഞ്ഞുകൊണ്ട്. Yeah? It's true? എനിക്കറിഞ്ഞൂടാ ട്രൂ ആണോ എന്ന് ജസ്റ്റ് ഞാൻ കേട്ടതാണ്. Oh, that's new information. See, ഇന്ന് ഞാനൊരു പുതിയ ഇൻഫർമേഷൻ പഠിച്ചു. Yes. Yeah? That's what. Each day you study something really new. Okay? Yeah. So അത് എനിക്ക് അറിഞ്ഞൂടാ ട്രൂ ആണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. Yeah, so ഞാൻ സൈക്കോളജിസ്റ്റ് അല്ലേ? അപ്പൊ പക്ഷേ ഇതൊന്നും ഞാൻ പഠിക്കാറില്ല കേട്ടോ. ഞാൻ വേറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. Okay, അപ്പോൾ എന്താണ് പഠിക്കുന്നത്? സൈക്കോളജിയിലോ? നിങ്ങളൊക്കെ എങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇതുവരെ ആരെങ്കിലും ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട്? അത് ഞാൻ പരീക്ഷിക്കാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം കൈൻഡ് ഓഫ് കോണ്ടന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓൺലി ടീച്ചർ സൂപ്പർവിഷൻ കൊണ്ട് മാത്രമേ ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റത്തുള്ളൂ. സൂപ്പർവിഷനിൽ എന്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ട്? ടീച്ചർ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ടീച്ചർ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട്? നീ വെറുതെ പറഞ്ഞ വിശ്വസിച്ചോ? ഇല്ല. See, that's what. ഈ സൈക്കോളജി പഠിക്കുന്ന വെച്ചാൽ ഇറ്റ്സ് ടെക്നിക്കലി അബൌട്ട് ഹൗ യുവർ ബോഡി ആൻഡ് മൈൻഡ് വർക്ക്സ്. ഇറ്റ്സ് ഓൾ ബേസിക് സയൻസ്. എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അതൊന്നും ചോദിക്കരുത്. അതൊന്നും ചോദിക്കാൻ പാടില്ല. എനിക്ക് ആകെ അഭിമാനമുള്ളത് ഞാൻ സൈക്കോളജി സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതാണ്. എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ സൈക്കോളജി സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ സൈക്കോളജി സ്റ്റുഡൻറ് അത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അത് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്ത് റൈറ്റ് ഹാൻഡഡ് പീപ്പിൾ ഓൺ ആവറേജ് ലിവ് 9 years longer than left-handed people. Right-handed people. Okay. Right-handed കൊണ്ട് എഴുതുന്ന ആൾക്കാര് they live 9 years longer than left-handed people. Left-handed people are very offended on what you said right now. I'm so sorry. I didn't mean to offend anyone. Okay. Every day you are breathing in about. Okay, no. ഏതിലാണ് പറ? Oh yeah, no word in the English language rhymes with month. Oh yeah, January rhyme ചെയ്യുന്ന വേറെ വേർഡ് ഇല്ല. ഫെബ്രുവരി മന്ത്സ് അങ്ങോട്ട് റൈം ചെയ്യും, ബട്ട് വേറെ വേർഡ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ കിട്ടത്തില്ലായിരിക്കും. ന്യൂ ഇൻഫർമേഷൻ. ജാനുവരി
ഓക്കെ ഞാൻ അടുത്ത പ്രാവശ്യം പറയുന്നത് Okay. The most common name in the world is Muhammad. I thought it was like Amanda, Amelia, or maybe yeah, Nandana. ഇങ്ങനത്തെ പേരുകളൊക്കെ കോമൺ ആയിരിക്കും ഞാൻ I don't know, it's new information for me too. Oh, very funny. Giraffes are unable to cough. ചുമയ്ക്കാൻ പറ്റത്തില്ല അവർക്ക്. ഓക്കെ കാരണം ചുമയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ Okay, you share your birthday with at least 9 million other people in the world. I mean, there are more than 7 billion people in the world. എൻ്റെ അറിവിൽ I only know one person. Till now എനിക്ക് അറിയാവുന്ന ആൾക്കാരിൽ എനിക്ക് only one person is there. എൻ്റെ ബർത്ത്ഡേ വെച്ചിട്ടോ there's only one person. And that's me. എനിക്കറിയാവുന്ന ആർക്കും ഇല്ല. എനിക്ക് കുറേ പേര് അറിയാം. ആരാ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഉണ്ടായിരുന്നു. Put your birthday in the comment and let's see who is your birthday. I tried that but I didn't get any. ഞാൻ ട്രൈ ചെയ്തില്ല, ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ലൈക്ക് ഇട്ടിട്ടുണ്ടോ ഞാനും ഉണ്ട്. Okay. A cow. ലിയയുടെ ബർത്ത്ഡേയുടെ അന്ന് വേറൊരു സാധനം സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? എന്നറിയാവോ? ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ചിട്ടുണ്ടോ? French Revolution, yes. അതിൽ എന്താ പറയുക, ഞാൻ ഈ ഇടയ്ക്ക് പഠിച്ചേട്ടോ, എന്നെ തെറ്റിദ്ധരിക്കറി എക്സാമിന് ഉണ്ടായിരുന്നായിരുന്നു, അതുകൊണ്ടാണ് എക്സാമിൽ പഠിച്ച എവിടെയെങ്കിലും യൂസ് ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ടോ. ലിയയുടെ ബർത്ത്ഡേയുടെ അന്നാണ് ഫ്രഞ്ച് ആ സമയത്തെ 3 എസ്റ്റേറ്റുകൾ ഉണ്ടല്ലോ, ആ സമയത്ത് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും 3rd എസ്റ്റേറ്റിലെ ആൾക്കാർ പ്രിസൺ ബാസ്റ്റലിനെ എന്നായിരുന്നു അറ്റാക്ക് ചെയ്ത്. ഞാൻ ഓർക്കുന്നു എന്റെ ബർത്ത്ഡേ അന്ന് 2 ട്രാജിക് സാധനങ്ങൾ നടന്നു. ഞാൻ എന്നെ തന്നെ സെൽഫ് ട്രോൾ ചെയ്തോണ്ടിരിക്കുക ഇപ്പോ. മൈ ബർത്ത് ആൻഡ് the attack in Basel. Yeah, Bastille. I don't know, whatever that is. Yes. Spelling ആണ് അത്രേ ഉള്ളൂ. Yeah. Okay, there is a city called Rome in every continent. അന്റാർട്ടിക്കയിലുണ്ടോ? What if there is, you don't know, how many places in Antarctica do you know? There's no places in Antarctica. Exactly. Exactly. No, but still, there can be places. In every continent, there's a city called Rome. ഇന്ത്യയിലുണ്ടോ? In continent, do you think India is a continent? Okay, fine. India ഏത് continent? ഓസ്ട്രേലിയയിലുണ്ടോ? India ഏത് continent ഇല്ല? ഏഷ്യ. ഞാൻ എന്നെ ചോദ്യം ചോദിക്കാം. വേൾഡ് എല്ലാ കോണ്ടിനെന്റ്സ് പറ. എത്ര കോണ്ടിനെന്റ് ഉണ്ടെന്ന് ആദ്യം പറ. 7 continents. എല്ലാത്തിനും പേര് പറ. ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, അന്റാർട്ടിക്ക. ഒരെണ്ണം കൂടെ. യൂറോപ്പ്. Yeah. Okay, so we have a caller. Hello. Hello, welcome to Ting Tong. ആരാ സംസാരിക്കുന്നേ? Hello. Hello. Hi. Hello. Hello, good evening. Good evening. പേരെന്താ? Huh? പേരെന്താ? Joshua Robin. Joshua Robin. Hi. How are you? I'm fine. Yeah. ജോഷയ്ക്ക് സുഖമാണോ? Yes, yes. So, what were you doing this weekend? Nothing special, just sitting and studying. Sitting and എക്സാം studying. ആണോ? Yes, coming soon. Coming soon. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്? Maths. മാത്സ്. ഓ, അപ്പോൾ വലുതാകുമ്പോൾ മാത്തമാറ്റീഷ്യൻ ആവാനുള്ള വല്ല ആഗ്രഹമുണ്ടോ? Yes, kind of. ഞാൻ വെറുതെ ചോദിച്ചാ. അപ്പൊ വലുതാകുമ്പോൾ മാത്തമാറ്റീഷ്യൻ ആവാനുള്ള ആഗ്രഹമാണോ? Yes, that's my dream. Wow, I hope that happens. Yeah, all the best. അപ്പൊ ജോഷയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? I have 2 brothers. They're with me now, and my father is at Cochin. He's coming here today, and my mother is here also. ഓ, അപ്പൊ അവരോടൊക്കെ ഹായ് പറഞ്ഞേരേ. Yeah, okay. ഇന്ന് മുന്നേ വിളിച്ചിട്ടുണ്ടോ? എന്റെ ബ്രദർ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഓ, wait, let me get. ബ്രദറിന്റെ പേരെന്താണ്? Jeremy Robin. Jeremy. Oh yeah. പാട്ടൊക്കെ പാടി തന്നിട്ടില്ലെന്നോ? Yeah, I was there with him, hearing all the stuff you were saying to him. അപ്പൊ ജെറമി ലാസ്റ്റ് പാട്ട് പാടി തന്നില്ലായിരുന്നോ? അപ്പൊ ജോഷുവയ്ക്ക് ഒരു പാട്ട് പാടി തരുന്നോ? ഞാൻ പാട്ടെന്ന് വെച്ചാൽ
ഞാൻ പാട്ട് ഭയങ്കര മോശമാണ്. ഞങ്ങളൊക്കെ ഇവിടെ മോശം. ഇവിടെ ഞങ്ങൾ പാട്ട് പാടുമ്പോൾ എല്ലാവരും ഇപ്പൊ ഭയങ്കര ചിരിയാ. കുഴപ്പമില്ല, ഒരു 2 ലൈൻ മതി പറ്റുമെങ്കിൽ. ലൈക്ക് എനിക്ക് ഒത്തിരി ലിറിക്സ് അറിയില്ല. അത് കുഴപ്പമില്ല, ലിറിക്സ് കുഴപ്പമില്ല, ഇഷ്ടമുള്ള പഠിക്കും. മാക്സിമം 4 ലൈൻസ് അത്രയും മതി. അല്ല എന്ന് വെച്ചാൽ എനിക്ക് അക്ഷരമൊന്നും അറിയില്ല ആ പാട്ടിന്റെ. അത് കുഴപ്പമില്ല. ഏത് പാട്ടാ പാടുന്നേ? ഇലുമിനാറ്റി അറിയോ? ആ ഇലുമിനാറ്റി ആണ്. ഇവിടെ പാടിക്കോളൂ. ഇവിടെ പാടില്ല. എനിക്ക് അതിന്റെ ആർട്ടിസ്റ്റ് ഡാപ്സിയുടെ ഭയങ്കര ഹ്യൂജ് ഫാനാണ് ഞാൻ. അപ്പൊ പാട്ട് പാടിക്കോ. ലാറ ഇവിടെ കൂട്ട പാടും. ഞാൻ മൂളിത്തരാം പ്ലീസ്. ഒക്കെ പാടിക്കോ. അല്ല ഞാൻ പറയുന്നത് എനിക്ക് കൊരൊന്നും അറിയില്ല. അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് പാട്ട് കേട്ടാ മതി. ഓക്കെ. ഇലുമിനാറ്റി ഇലുമിനാറ്റി അണ്ണൻ തിരുവാനം ഇലുമിനാറ്റി 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 അണ്ണൻ ഒന്നാനും അത്രയൊക്കെ അറിയാം. പാട്ട് പാടി, അതിന്റെ കോൺഫിഡൻസ് നല്ല കേട്ടോ. നന്നായിട്ട് പാടി. ലിറിക്സ് അറിഞ്ഞൂടെ നിന്നിട്ട് പറഞ്ഞിട്ടും കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. താങ്ക്സ്. സിനിമ ഉണ്ടായിരുന്നോ? സിനിമ ഉണ്ടായിരുന്നോ? ഈ 2 പ്രാവശ്യം. 2 പ്രാവശ്യം ഇഷ്ടപ്പെട്ടോ? പിന്നെ ഭയങ്കര അത് 2 വർഷം കാണുമ്പോ ഇഷ്ടപ്പെടുന്നല്ലോ അതിന്റെ അർത്ഥം. അല്ല എത്ര കണ്ടപ്പം ഭയങ്കര സസ്പെൻസ് ഒക്കെ. അത് കറക്റ്റ് ആകട്ടെ. ഞങ്ങള് 2-3 വർഷം കണ്ടു കേട്ടോ. ആണോ? അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാ? ഏറ്റവും ഇഷ്ടമില്ലാത്ത ഇഷ്ടമുള്ളത് കോമഡി സീൻസ് ഒക്കെ എന്താ? കോമഡി സീൻസ്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ക്യാരക്ടർ ആരാ? ഫഹദ് ഫാസിൽ അല്ലേ? ഫഹദ് ഫാസിൽ അതിനകത്ത് പറയുന്ന ഫേമസ് ലൈൻ ഏതാ? അടിപൊളി കേട്ടോ. അപ്പൊ ഞങ്ങക്ക് ജോഷു ഞങ്ങക്ക് പാട്ട് പാടി തന്നു, എന്നാ ഫേമസ് ലൈൻ പറഞ്ഞു തന്നു. അത് ഈ സിനിമയാണ് ഞാൻ ഇടയ്ക്ക് കണ്ടത്. ഈ സിനിമയാണ് ഇടയ്ക്ക് കണ്ടത്. ഈ റീസെന്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഇല്ല. പിന്നെ ഏതായിരുന്നു? എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത്, റീസെന്റ് ആയിട്ട് കണ്ട മൂവി ഏതാണ്? ഒരെണ്ണം ആവേശം, പിന്നെ വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ. അതിൽ രണ്ടുപേരും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ആവേശം. എല്ലാവർക്കും അതല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഈക്വലായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ. ഇനി ഗിഫ്റ്റ് വേണ്ടേ? ഓക്കെ. ചോദ്യം ഇതാണ്. വാട്ട് കൈൻഡ് ഓഫ് റൂം ഹാസ് നോ ഡോർസ് ഓർ വിൻഡോസ്? No doors and no windows. Yeah, no doors or no windows. What kind of room? Very easy. Is it bathroom? Bathroom? ഇല്ല, ബാത്റൂമില് ഡോറില്ലേ? ഡോർ തുറന്നിട്ടല്ലേ കേറുന്നത്. Mushroom? Yes. Congratulations, Joshua. അതിന് മുന്നേ ബാത്റൂം അല്ല പറഞ്ഞത്. ഹലോ. അതിന് ആദ്യം പറഞ്ഞത് ബാത്റൂം എന്നാണോ? മഷ്റൂം കറക്റ്റ് ആട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 800825 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഓഫീസിൽ വന്ന് ഗിഫ്റ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇനി ബാക്കി അനിയന്മാരോടും ചേട്ടന്മാരോടും കൂടെ വിളിക്കാൻ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. ബൈ. ഓക്കെ. സോ വി ഹാഡ് ജോഷുവ കോളിംഗ്. ഇറ്റ് വാസ് വെരി ഫൺ. I loved it. Okay? It was nice. The way he said എടാ മോനെ, it was so good. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ ഇതുപോലെ ഇങ്ങനത്തെ പിള്ളേർ ഇനി ഞങ്ങൾക്ക് വേണം. ഇനി ഇനി കോളേഴ്സ് വേണം ഞങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ വിളിക്കാൻ നമ്പർ 0423824911. ആ ലൈൻ നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. എടാ മോനെ. ഓക്കെ. നൈസ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മൾ എവിടെ എത്തി നിർത്തിയത്? നമ്മൾ ഫാക്സ്. യെസ്. ഏത് ഫാക്റ്റ് ആയിരുന്നു? ഉറങ്ങും അല്ല, എവിടെയായിരുന്നു?
cow. A cow can climb stairs but cannot. Come down the stairs. Exactly. Okay. So the thing is, I've heard that elephants can jump. Have you seen an elephant jump? No. Exactly, but elephants can jump. അവർ റയർ സമയത്തൊക്കെ അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർ ജമ്പ് ചെയ്യും. Okay, next. Having blue eyes. വെരി റയർ. It's very rare. So you know babies, like നമ്മൾ കൊച്ചു പിള്ളേരാകുന്ന സമയത്ത് babies have blue eyes. ലൈക്ക് Every babies have blue eyes. അത് കഴിഞ്ഞിട്ട് വലുതായി കഴിയുമ്പോൾ their eyes change. The eye color changes. So think of it. സോ I've had blue eyes before. Yeah, that's what I was amazed. Blue eyes before. I would have looked really Imagine. pretty in blue eyes. Imagine Yeah. us having blue eyes. Next. Owls are the only birds that can see the color blue. അപ്പോൾ Oh, നമുക്ക് birds. Only birds. അപ്പോൾ അവളെന്ന് പറഞ്ഞാൽ Yeah, owls are the only birds ഓക്കെ only bird. that can see the color blue. ഞാൻ പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ബ്ലൂ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ബ്ലൂ ബ്ലൂ അല്ലേ? ബ്ലൂ അല്ലേ? ബ്ലൂ അല്ലേ? So that's it. Okay. അപ്പോൾ നമ്മൾ ഫാക്ട്സ് ഇതുവരെ നിർത്തി. നമുക്കപ്പോൾ ഇനി വേണമെങ്കിൽ ചെറിയൊരു ഷോർട്ട് ബ്രേക്കിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കോളേഴ്സിന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ? യെസ്. We'll be back. വിൽ ബി ബാക്ക്. വെൽക്കം ബാക്ക് ടു ടിങ് ടോങ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫാക്ട്സ് പറഞ്ഞത് കുറച്ച് മടുത്ത് പോയി കാണും അല്ലേ? ഞാനും മടുത്ത് കുറച്ച്. ഇനി ഫാക്ട്സ് ഇനിയും ഉണ്ട്, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണ് പറയാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് മൂവി റെക്കമെൻഡേഷൻ. നമ്മൾ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ എല്ലാ എപ്പിസോഡിലും നമ്മളുള്ളതാണ് ഒരു ബുക്ക് അല്ലെങ്കിൽ മൂവി റെക്കമെൻഡേഷൻ. അപ്പോൾ ഇന്ന് ലിയ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോഴും ലിയ ആണ് കൊണ്ടുവരുന്നത്. ലോറ ഇങ്ങനെ എല്ലാത്തിനും ഇത് എന്നാ അതിന് തലയാട്ടുക മാത്രമേ ഉള്ളൂ. സോ ഇന്ന് അതാണ് എനിക്ക് ശീലം. അപ്പോൾ ഞങ്ങൾ തരുന്ന ബുക്ക് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ മൂവി റെക്കമെൻഡേഷൻ ഒക്കെ ഞങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ വായിച്ചിട്ട് പറയുന്ന ബുക്സും മൂവീസും ആണ്. ഞാൻ കൊണ്ടുവരുന്ന അല്ല, ഞാൻ തന്നിരിക്കുന്ന എല്ലാം മോസ്റ്റ് ഓഫ് ദം ഞാൻ വായിച്ചതും കണ്ടതുമാണ്. ഓക്കെ. സോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ലിയ പറയുന്നത് മൂവിയാണോ ബുക്കാണോ? മൂവി. ഓക്കെ. സോ ഇന്ന് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ വെരി ഫേമസ് മൂവി. ഈ മൂവി ഫേമസ് ആണ്, ബട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. സോ ദ മൂവീസ് നെയിം ഇസ് വിഷ്. ഓക്കെ. വിഷ്. ഇറ്റ്സ് an amazing movie. It's very nice. It's a Disney movie. എന്താണ് കഥ? കഥ ഞാൻ പറയാം. So there's a girl called Asha. Okay, makes a wish so powerful that it's answered by a cosmic force. Okay, a cosmic force. A little ball of boundless energy called star. You know the star? So this Asha, she made a wish. Okay, a powerful wish that the star itself came down to make that happen. Okay, a wish. എന്താണ് വിഷ്? അത് പറയത്തില്ല, അത് മൂവി സസ്പെൻസ്, മൂവി കാണാം. ഓക്കെ. സോ വിത്ത് ദ സ്റ്റാർസ് ഹെൽപ്പ് ആഷ മസ്റ്റ് സേവ് ഹർ കിങ്ഡം ഫ്രം കിങ് മാഗ്നിഫിക്കോ. ഓക്കെ. കിങ്ങിൻ്റെ പേരാണ് മാഗ്നിഫിക്കോ. ആൻഡ് പ്രൂവ് ദാറ്റ് വെൻ ദ വിൽ ഓഫ് വൺ കറേജസ് ഹ്യൂമൻ കണക്ട്സ് വിത്ത് ദ മാജിക് ഓഫ് സ്റ്റാർസ് വണ്ടേഴ്സ് തിങ്സ് ക്യാൻ ഹാപ്പൻ. മനസ്സിലായോല്ലോ? മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം. സോ ദർ ഇസ് ഗേൾ കോൾഡ് ആഷ. ഓക്കെ. ആഷ. അപ്പോൾ ഷി മേക്സ് എ വെരി പവർഫുൾ വിഷ്. അത് ഈ വിഷ് സ്റ്റാർ, യു നോ ദ സ്റ്റാർസ് റൈറ്റ്, ഈ സ്റ്റാർ തന്നെ കേൾക്കുന്നു. അപ്പോൾ സ്റ്റാർ തന്നെ ഈ കംസ് ഡൗൺ ടു മേക്ക് ആഷസ് വിഷ് കം ട്രൂ. അപ്പോൾ വിത്ത് ദ സ്റ്റാർസ് ഹെൽപ്പ് ഈ ആഷയുടെ വിഷ് ശരിക്കും മൂവിയിൽ കാണും. ഓക്കെ. മൂവി കണ്ടിട്ട് പറയണം. ഓക്കെ, എന്താ വിഷ് എന്ന്. ഓക്കെ, ദാറ്റ്സ് ടു ഇന്നത്തെ ടാസ്ക് അതാണ്. അപ്പോൾ വിഷ് കണ്ടിട്ട് എന്താണെന്ന് പറയണം. ഓക്കെ. അപ്പോൾ ഈ കിങ്ഡം, her kingdom, she has to save her kingdom from the king. I just said that. അല്ല. ഓ. So that's what. അപ്പോൾ ഇതിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത് if a courageous human makes a wish, like a wish that does not hurt anyone, even the star would come down to make it happen, make it come true. ഓക്കെ. ഞാൻ ഈ ഇടയ്ക്ക് ഈ ആഴ്ച കണ്ട ബിക്കോസ് ഞാൻ ഇങ്ങനെ ഐ ലവ് വാച്ചിങ് ആനിമേറ്റഡ് മൂവീസ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടം ആനിമേറ്റഡ് മൂവീസ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്ന് ആനിമേറ്റഡ് മൂവീസ് ഇന്ന് കാണുമ്പോൾ അതിനെപ്പറ്റി അറിയും, അതിനെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി
അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ tell us how you felt. If you didn't like it, you can tell that. Yeah. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് പറയണം. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0423822491. Why are you laughing? No, I'm not laughing. I was just too excited to say the number. Yeah, continue. You are? I was just too excited. Yeah. Okay. അപ്പോൾ ഞാൻ ഓർക്കുന്നു ലിയ കഴിഞ്ഞ ആഴ്ച കുറേ ആഴ്ചകൾക്ക് മുമ്പ് എന്നോട് എൻ്റെ ബോൾ പേപ്പറുകളൊക്കെ ശരിയാക്കി വെക്കണം, നമുക്ക് ബോൾ പേപ്പർ കാണിക്കണം എന്നൊക്കെ. ഞാനൊരു വീഡിയോ കണ്ടാണ്, ഒരു റീൽ കണ്ടാണ്, ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടാണ്, വേർ യു ഷോ യുവർ വാൾ പേപ്പർ. ഓക്കെ, ആ സമയത്ത് ഞാൻ ലോറോട്ട് പറഞ്ഞ സമയത്ത് മൈ വാൾ പേപ്പർ വാസ് വെരി ഫണ്ണി. ഓക്കെ, it was funny. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കണ്ടു ഞാൻ മടുത്ത് ഞാൻ വേറെ മാറ്റി. ഓക്കെ, ബട്ട് ലോറൊക്കെ കാണിക്കാൻ ഞാൻ കാണിച്ചോ? അല്ല, ഞാൻ ലിയയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ എന്റെ ഒന്നുമില്ല, എന്റെ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. What about yours? Oh, Laura's a big fan of Spider-Man, so Spider-Man probably. Let me guess. Spider-Man, no? It can't be seen, but yeah. It's like, dark red vibes. Like, seriously, like dark red and black vibes. It's very, how do I say? Like, yeah, kind of like, no, not your lipstick color. Red, dark red, I get it. Very, very dark red, but not red. Like dark black dark red കൂടെ understood. Yeah, അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, ഇന്ന് വിളിക്കുന്ന എല്ലാ കോളേഴ്സിനും അല്ല, വിളിക്കുന്ന ഏതെങ്കിലും ഒരു ലക്കി കോളർ അവർക്ക് ഞങ്ങൾ ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്ക് പോകാനുള്ള ഒരു രണ്ട് കപ്പിൾ എൻട്രി ടിക്കറ്റ് എന്നെ പോലെ സമ്മതിക്കത്തില്ല അല്ലേ? സോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ കുറെ ഓരോ ലക്കി ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, കോളേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ആഴ്ച ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പൊ ആൾക്ക് കിട്ടാനാണ് സാധ്യത. പക്ഷെ നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ അവർക്ക് തരുന്നതായിരിക്കും. അല്ല, പിക്ക് ചെയ്യും, ലക്കി ആണെങ്കിൽ പിക്ക് ചെയ്യും. അപ്പോൾ ബോക്സിലിട്ടിട്ട് ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് പിക്ക് ചെയ്യും. യെസ്, ഒരാൾക്ക് പിക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വിളിക്കുക, ഇനി സമയമുണ്ട്. you still have time to call us. അപ്പോൾ we'll be waiting for you guys to call. അപ്പോൾ നമുക്കിനി I was like, ഞാൻ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് I was simply scrolling to the അത് മാത്രമേ ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ I was like simply acts of kindness for kids. Simple acts of kindness. ഓക്കെ, നമ്മുടെ ഷോ എപ്പോഴും ഈ തമാശ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ നല്ലത് വേണ്ടേ? ഈ ഷോയിൽ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് നമുക്കും പഠിക്കാം. So simple acts of kindness that you can do each day, or that's what, even when you do something good for someone, you feel that fulfillment. Okay, you see, for what about എൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്താലും ആദ്യത്തെ ദിവസത്തിൻ്റെ മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും, if I do something nice, I don't care about the rest of the day. Okay, for example, I don't want to disclose it, but I would love to. The thing is, ഞാനിപ്പോൾ നല്ലൊരു കാര്യം ചെയ്തെന്ന് ഓർത്തോ. ഓക്കെ, പക്ഷെ വീട്ടിൽ ചെന്നിട്ട് ആരുമായിട്ടെങ്കിലും അടി കൂടിയാലും I don't actually care about it. ഓക്കെ, എൻ്റെ മനസ്സിൽ ഞാൻ നല്ല കുട്ടിയാണ് ഇതൊന്നും കാര്യമായിട്ട് എടുക്കത്തില്ല, ഞാൻ നല്ല കുട്ടിയാന്നുള്ള മനസ്സിൻ്റെ ഉണ്ട്. സോ വഴക്കുണ്ടാക്കുമ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ല, വഴക്കുണ്ടാക്കും, അത് ഉറപ്പാണ്. പക്ഷെ എന്നാലും I don't care about it. ആ സമയത്ത് ചെയ്ത് കൂട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് നല്ല കാര്യം ചെയ്തേ, അന്നത്തെ ദിവസം it would be like heaven. So that's what. അപ്പോൾ you get that happiness inside you, right? So I'll give you something. Some acts of kindness you can do. Laura, നീ കേട്ടിരുന്നോ? നിനക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാ. ഓക്കെ, ആർക്കും ചെയ്യാത്ത നല്ല കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. നീ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നീ ചെയ്ത് തുടങ്ങണം. ഓക്കെ, കോംപ്ലിമെന്റ് someone. Laura, compliment. Except for you. നല്ല മൂക്കുത്തി. Smile at everyone. See? Oh my god. Okay, hold the door open. That is my favorite. Like, for someone, for example, if you see an elderly person or a small kid or something, and then when you open the door, it doesn't have to be an elderly person. It can be anyone. It can be anyone. Exactly. I'm just saying. I'm correcting you. ഞാൻ ചേച്ചനെ കറക്റ്റ് ചെയ്യുവാണ്. Okay, it can be anyone. Okay, I'm taking Laura's point. It can be anyone. Yes. അപ്പോൾ അവർക്ക് വേണ്ടി if you keep the door open, you hold the door open, you feel that I'm so nice.
simple thing that you did, right? Yes, That's all. I get it. Okay, take over chore. Not this chore. Chores. Okay. Not this chore. Chores. You know, like അമ്മയ്ക്ക് വേണ്ടി like those. എനിക്ക് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും കിട്ടിയാലും ഞാൻ ചെയ്യാൻ വേണ്ടിട്ടല്ല. But still, like I'm just saying. Okay, play with someone who is playing alone. For example, you know, when you go to the playground or something, you see someone playing alone. I feel so bad. Imagine that kid wants to play alone. And then you just randomly like, hey, let's play together. And the kid's like, go away. Okay, whatever. അവരോട് ചോദിക്കണം ആദ്യം. Do you want to play with me? Okay, like that. Okay, we've got a caller right now. Hello, welcome to Ting Talk. ഞാനാ സംസാരിക്കുന്നേ. Hello. 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 ആര് സംസാരിക്കുന്നേ? പേരെന്താ? Nora. നോറ. നോറയ്ക്ക് സുഖാണോ? ആണോ? നോറ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? I'm in 8th. 8th grade. How is 8th grade? It's fine. It's fine? Is it better than 7th grade? No, quite hard. No. Okay. Hard? Oh my god. For me, 8th grade was the best year of all, actually. Because why ഞാൻ പറയാം. ഇവള് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് it was fun. അങ്ങനെയല്ല. നോറയുടെ ഒച്ച കേട്ടിട്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാന്ന് തോന്നുന്നു അല്ലേ? അല്ല, പാട്ട് പാടുന്ന കുട്ടിയാണ്. രണ്ടുമാണല്ലേ? അല്ല, രണ്ടുമല്ല, അത് ഏതെങ്കിലും ഒരെണ്ണമല്ല. പഠിക്കുന്ന കുട്ടിയാ, ഒന്നെങ്കിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയായിരിക്കും. എനിക്ക് രണ്ടുമാണ്. രണ്ടുമല്ലേ? നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണല്ലേ? അപ്പൊ എനിക്ക് പാട്ട് പഠിക്കും. പഠിക്കുന്ന കുട്ടിയാണ്. എന്നാലും പാട്ട് പഠിക്കോ? ഒരു പാട്ട് ഇഷ്ടം. ഈ ഇടയ്ക്ക് കൊറേ പാട്ടുകൾ റിലീസായില്ലേ? അടിപൊളി പാട്ടുകൾ. അതിന് ഏതെങ്കിലും ഒരു പാട്ട്, ഏതെങ്കിലും പാട്ട് കേട്ടിട്ടുണ്ടാവല്ലോ. ഹലോ ഹലോ പാട്ട് തിങ്ക് ചെയ്യുവാണോ? പെട്ടെന്ന് ചോദിക്കുമ്പോ എങ്ങനെ പറയും? ഇഷ്ടമുള്ള പാട്ട്. ഓക്കെ, ഞാനൊരു സാധനം പറയാം. 5 മിനിറ്റ് മുമ്പ് കേട്ടോണ്ടിരുന്ന ഒരു പാട്ട് ഏതാണ്? അത് അല്ലെങ്കിൽ അവസാനം കേട്ട ഒരു പാട്ട്, ആ പാട്ട് പാടണം. അല്ലെങ്കിൽ പാട്ട് പാടിയില്ലെങ്കിൽ ഞങ്ങള് നോറന്റെ വീഡിയോ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങൾ പഠിപ്പിക്കും. അത് വരത്തില്ല ഇപ്പൊ പാടും. പറ്റത്തില്ല. ഒരു 2 ലൈൻ പറ്റുമെങ്കിൽ മതി. എനിക്കുള്ളത് ഒരു പാട്ട് പാടൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഒരു പാട്ടും വരത്തില്ല. ഒരു പാട്ട് പറയാമോ? പാട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ട്. എനിക്ക് ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമ മലയാളി ഫ്രം ഇന്ത്യ, അതിലൊരു പാട്ടുണ്ട്, അറിയോ? അല്ല, ഏത് പാട്ടാണ് ഉദ്ദേശിച്ചത്? അല്ല, ഏത് പാട്ടാണ്? അല്ല, പാട്ട് ഏതെങ്കിലും പാട്ട് അറിയോ? എനിക്ക് പാട്ടറിയാം, പക്ഷെ ലിറിക്സ് അറിയില്ല. അത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് മുമ്പ് ഒരു കോളർ ഉണ്ടായിരുന്നു കേട്ടോ, പാട്ടിന്റെ ലിറിക്സ് എന്നോട്, പക്ഷെ അടിപൊളിയായിട്ട് പാടി. അല്ലല്ല, എനിക്ക് ഒരു വാക്ക് പോലും അറിയില്ല. അത് കുഴപ്പമില്ല, മൂളാൻ അറിയാം, മൂളിത്ത അത്രേ ഉള്ളൂ. അത് മതി. അല്ല, നിങ്ങൾ പാട്, ഞാൻ കൂടാ. ഞങ്ങളോടല്ലല്ലോ പാടാൻ പറഞ്ഞ, എന്താ പറയാ, നോറയുടെ. അല്ല, നിങ്ങളും പാടണ്ടേ? ഞങ്ങൾ മാത്രം പാടിയെന്താ? ഞങ്ങൾ എപ്പോഴും പാടുന്നതാ. ഞങ്ങളിവിടെ പാടി ഞങ്ങളുടെ പാട്ടൊക്കെ കേട്ട് ഇവിടെ മടുത്തു. അതെ, എക്സാക്ട്ലി. അയ്യോ, ഞാനും മടുത്തു. എക്സ്ക്യൂസ് മീ, ഞങ്ങളുടെ പാട്ടാണ് മടുത്തത്, അത് പാടിപ്പടി മടുത്തയാണ് നോറ. നോറ ഇപ്പൊ പറഞ്ഞത് ഞങ്ങളുടെ പാട്ട് കേട്ടിട്ടാണോ അതോ നോറ പാടി മടുത്തെന്നാണോ പറഞ്ഞേ? ഓക്കെ, ഒരു നിമിഷം ഒന്ന് വിഷമിച്ചു പോയി. ഞാൻ ലലിയ. എന്നാലോ ഒരു 2 ലൈൻ പ്ലീസ്. ഞങ്ങള് ലോറ ഇങ്ങനെ പാട്ട് പാടുന്നത് ഞങ്ങൾ മോഹിച്ചു പോയി. വിളിച്ചപ്പോ ഒച്ച കേട്ടപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന് 2 പാട്ട് കേൾക്കുമെന്ന്. പാടൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. പറ്റുവോ? അയ്യോ, എനിക്കറിയില്ല. അറിയില്ല? കുഴപ്പമില്ല. അല്ല, സങ്കടപ്പെടണ്ട.
ഞാനൊരു കാര്യം നോക്കി, ലോറ നോറ. സി ലോറ. എന്റെ സ്പെല്ലിംഗ് LAURA, അത് ലൗറ എന്നാ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ലോറ എന്നാണ് പേര്, പക്ഷെ ലൗറ എന്നാണ്. നോറയുടെ പേര് എങ്ങനെയാ സ്പെല് ചെയ്യുന്നത്? H ഉണ്ട് അവസാനം. എന്റെ പേര് വായിക്കുന്നത് LEAH ആണ്. ചിലവര് ലിയാന്ന് ശരിക്കും വായിക്കുമ്പോ, പക്ഷെ എന്റെ ശരിക്കും സ്പെല്ലിംഗ് LIYA. H ഉണ്ടല്ലേ അവസാനം. അടുത്ത ആഴ്ച വിളിക്കുമ്പോ പാട്ട് പാടത്താണോ? പ്ലീസ്. ശരിക്കും മോഹിച്ചു പോയി, അതാണ്. ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു പാട്ട് പാടൂല, അപ്പൊ ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു ചിലപ്പോ ഒരു പാട്ടൊക്കെ പാടി തന്നെ ചിലപ്പോ ഗിഫ്റ്റ് സിമ്പിൾ ചെയ്ത് തന്നേക്കും അല്ലേ? കുഴപ്പമില്ല. ഞങ്ങളൊന്ന് ചോദ്യം ചോദിക്കട്ടെ. ഹലോ, ചോദ്യം ചോദിക്കട്ടെ. ലിയ ചോദ്യത്തിൽ പറയാൻ ചോദിക്കുക പ്ലീസ്. ചോദ്യം ഇതാണ്, വാട്ട് ക്വസ്റ്റ്യൻ ക്യാൻ യു നെവർ ആൻസർ യെസ് ടു? There's two of them. There's two of them. Are you asleep? Or are you... No. കറക്റ്റാണ് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ എന്താണ്? I think are you dead or something? Yes. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് നോറ, യു ഗോട്ട് ദി ആൻസർ റൈറ്റ്. അപ്പൊ നോറ ലക്കി ആണെങ്കിൽ ഓക്കെ, ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ഒരു വിസിറ്റ് കിട്ടും. ഓക്കെ, ഒരു കപ്പിൾ എൻട്രി കിട്ടും. ഓക്കെ, അപ്പൊ നോറയ്ക്ക് കൂടെ പാരൻസിനാണ് ഇത് കപ്പിൾ എൻട്രി കിട്ടിയിരിക്കുന്നത്. അപ്പൊ നോറയ്ക്ക് പോകണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ലക്കി ആണെങ്കിൽ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം പാട്ട് പാടണം, പ്രിപ്പയർ ചെയ്തിട്ട് വേണം കേട്ടോ. I will be waiting. I'll also be waiting. Yeah? Me too. Yes. Ava, thank you for calling. Appo iniyum vilikkanam. Thank you for calling. Bye. Okay, so we are Nora also calling. So we have two people. ഇതിൽ നിന്ന് നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്നത്. Yes. Okay. ആരാണ് ക്രോക്കഡൈൽ പാർക്കിൽ പോകുന്നത്? Yes. അപ്പൊ പാരന്റ്സ് ആണ് ക്രോക്കഡൈൽ പാർക്കിൽ പോകുന്നത്. Yes. ആരുടെ പാരന്റ്സ് ആണ് ക്രോക്കഡൈൽ പാർക്കിൽ പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ല, നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ക്രോക്കഡൈൽ പാർക്കിൽ പോയവരിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയണം. ഞങ്ങൾക്കറിയാം നിങ്ങൾ പോയിട്ടുണ്ടെന്ന്. പോയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. എങ്ങനെയായിരുന്നു എന്നൊന്ന് വിളിച്ച് പറയണം. ഓക്കെ, അപ്പൊ വിളിക്കട്ടെ. നമ്പർ 0423824991. എന്തൊരു ഗ്യാപ്പ്. ഞാൻ ഇങ്ങനെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെയായിരിക്കും ക്രോക്കഡൈൽ പാർക്ക്, അവിടെ കുറെ ആനിമൽസ് ഉണ്ട്, അല്ല എത്ര ക്രോക്കഡൈൽ ഉണ്ട്, അങ്ങനെയൊക്കെ ജസ്റ്റ് മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതല്ലാതെ പോയിട്ടില്ല. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. If I get a chance, I would surely. Yes. Yeah. നമുക്ക് ഫാക്ട്സിലേക്ക് മാറിയാലോ? യെസ്. അല്ല, നമുക്ക് കുറെ ഫാക്ട്സ് ഇയർക്കായിട്ട് ഭയങ്കര ഫാക്ട്സ് കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഷോ ആദ്യം തൊട്ട് എടുത്തു നോക്കിയ ടു ബി ഫ്രാങ്ക് നമ്മൾ മോർ ദാൻ 50 ഫാക്ട്സ് പറഞ്ഞു കഴിഞ്ഞു. യെസ്. അതുകൊണ്ട് നമുക്കൊരു ഗെയിം, 50 ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഓക്കെ. ഗെയിം മെമ്മറി ഗെയിം ഓർക്കുന്നുണ്ട്, നമ്മൾ അന്ന് കളിച്ചായിരുന്നു. നമ്മൾ പക്ഷെ ഇച്ചിരി കളിച്ചാൽ മതി, ബിക്കോസ് അന്ന് കളിച്ചപ്പോഴത്തേനും ഞാൻ അന്ന് മെമ്മറി കുറച്ച് കൂടുതലായിരുന്നു. ഇന്നിപ്പോ മെമ്മറി ഒട്ടും കുറഞ്ഞു പോയി, എല്ലാം പോയി. വയസ്സാകും തോറും മെമ്മറി ഇങ്ങനെ കുറഞ്ഞു വരുവാണ് എനിക്ക്. ഞാൻ എന്നെ തന്നെ സെൽഫ് ട്രോൾ ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ. നമ്മൾ കളിക്കും, ഇച്ചിരി കളിച്ചാൽ മതി. ഇച്ചിരി മെമ്മറി ഉള്ളത് കൊണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇച്ചിരി കളിച്ചാൽ മതി. ലിയ സ്റ്റാർട്ട് ചെയ്തോ? അല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓ, മെമ്മറി കളിക്കണോ? പക്ഷെ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഈസി അല്ലേ, നമുക്ക് മലയാളം. ഓക്കെ, മലയാളം. ഓക്കെ, മെമ്മറിക്കും നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പാടില്ല, ഒട്ടും പറയാൻ പാടില്ല. ഓക്കെ, ആ വാക്ക് പോലും പറയാൻ പാടില്ല. ഏത് വാക്ക് എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. ഓക്കെ. ഇംഗ്ലീഷ് എന്ന വാക്ക് ആണ് ഉദ്ദേശിച്ചത്. അത് പറയാൻ പാടില്ല എന്ന് പറയാൻ. ഓക്കെ, ആ വാക്ക് ഇനി തുടങ്ങും. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. കളിക്കാൻ തുടങ്ങുമല്ലേ? ഓക്കെ പറഞ്ഞു. പറഞ്ഞില്ല. പറഞ്ഞു. ഓക്കെ, അത് 1 2 3 1 2 3 തുടങ്ങിക്കോ. മുടി കണ്ണ്. അതെങ്ങനെയാ സമയമാകുന്നത്?
മുടിയും കണ്ണും ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ബോഡി നോ മുടി പാർട്ട് ഓഫ് യുവർ ബോഡി. Oh my god. It's hard. Okay, it's hard. Again. Starting. Okay. 1, 2, 3. Start. 1 2 3. 1 2 3 തുടങ്ങിക്കോ. മുടി. മുടി കണ്ണ്. മുടി കണ്ണ് പിരികം. മുടി കണ്ണ് പിരികം ചെവി. മുടി കണ്ണ് പിരികം ചെവി വാ. വാ. Okay. മുടി കണ്ണ് പിരികം വായ മൂക്ക്. മുടി കണ്ണ് പിരികം ചെവി വാ മൂക്ക് ചെരുപ്പ്. ഓക്കെ. മുടി കണ്ണ് പിരികം. എല്ലാരും ശ്രദ്ധിക്കുക, നമ്മൾ ബയോളജി ക്ലാസ്സിലാണ് ഇപ്പൊ. മുടി കണ്ണ് വായ തട്ടിപ്പോയി. മുടി കണ്ണ് പിരികം. സോറി ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഓക്കെ പറഞ്ഞായിരുന്നു. അവള് ഞാൻ കുറെ നേരം പോസ്റ്റ് ചെയ്തിരുന്നു. അവള് പറയുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. പക്ഷെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കണ്ടിന്യൂ. ഓക്കെ, നമുക്കിനി നമുക്ക് കുറച്ച് നേരത്തേക്ക് മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ, ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് പറയാം. ഇല്ല ഇതിപ്പോ ടാസ്ക് ആണ്. മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ പെടൂല, ലിയ മാത്രം പെടുള്ളൂ. ഓക്കെ, തുടങ്ങാം. 1 2 3 തുടങ്ങിക്കോ. ഓക്കെ ഓക്കെ പറയാൻ കുഴപ്പമില്ല. ശരി. ശരി. ഓക്കെ, 1 2 3 തുടങ്ങിക്കോ. നമുക്കൊരു കളി കളിക്കാം. ശരി. എന്ത് കളി? ഒരു കളി. എന്ത് കളി? അതാണല്ലോ ചോദിച്ച. നമുക്ക് കളി കളിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അയ്യോ, വിട്ടുകളയോ. നമുക്ക് മലയാളം ഒരു കാര്യം കൂടെ, ഞാൻ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ ഈ ലോകത്ത് 6 ആളുകളെങ്കിലും നിങ്ങളെ പോലെ ഉണ്ടായിരിക്കും. 7 ആൾക്കാരില്ലായിരുന്നോ? നിങ്ങൾ ഒരാള്, ബാക്കി 6 പേര്. 6 പേര്. ഓക്കെ, അടുത്തത്. അതിൽ 9% മാത്രമേ നിങ്ങൾ അവരെ കാണാനുള്ള ഭാഗ്യമുള്ളൂ. കാണിച്ച അത് എങ്ങനെയാന്നൊന്ന് കണ്ടിട്ട്. ഓക്കെ, വിട്ടുകാണാ. അടുത്ത്. ഓക്കെ, ഒരാളുടെ എന്തോ പറയുന്നത്, പൊക്കം അവരുടെ അനുസരിച്ചിരിക്കും. അവരുടെ അച്ഛന്റെ പൊക്കം വെച്ചിരിക്കും. പക്ഷേ അവരുടെ തൂക്കം, അവരുടെ ഭാരം അവരുടെ അമ്മയുടെ ഇത് വെച്ചിരിക്കും. ഓക്കെ, അടുത്തത്. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, പ്ലീസ്. നിങ്ങൾ 11 മണിക്കൂറിന് ഒരു ദിവസത്തിൽ 13 മണിക്കൂറിനേക്കാൾ കൂടുതൽ ഇരിക്കുകയാണെങ്കിൽ, എവിടെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, കസാരയിൽ ഇരിക്കുകയാണെങ്കിൽ മരിക്കാനുള്ള സാധ്യത, എനിക്ക് പറയാൻ താല്പര്യമില്ല, ബട്ട് 50% 50%ആണ്. 3 വർഷത്തിനുള്ളിൽ 50% മരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഇരിക്കരുത്, നിന്നോണ്ടിരിക്കുക. അല്ല, അത് 11 മണിക്കൂറല്ലേ? 11 മണിക്കൂറിനേക്കാൾ കൂടുതൽ. അങ്ങനെ ആരും ഇരിക്കൂലല്ലോ. Yeah, that's right. അയ്യോ, അടുത്തത്. ഓക്കെ, ഒരാളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വലിയ അവയവം ഏതാണ്? അവയവം എന്ന് പറഞ്ഞാൽ അവയവം എനിക്ക് ആംഗല്യ ആ ഭാഷയിൽ പറയാൻ പറ്റത്തില്ല. ഏതാണ് ആ അവയവം?
വലിയ ഇൻട്രസ്റ്റിംഗ്. Bro, what am I supposed to say? Okay, മതി എനിക്ക് ചിരിച്ചു മടുത്തു. Skin is the largest organ, okay? Skin is your largest organ in the body. Okay? Next. നിങ്ങളുടെ തലച്ചോറ്, ഓക്കെ, 80% വെള്ളം കൊണ്ടുണ്ടാക്കിയത്. എക്സാക്ട്ലി. No reaction. You can start a fire with ice. കണ്ണാടിയും കൊണ്ടല്ലേ? No, ഐസും കൊണ്ട്. വെള്ളം കൊണ്ട് ഐസ് ഇല്ല, ഐസ് ക്യൂബ് കൊണ്ട്. നമ്മളുടെ കണ്ണുണ്ട്. അല്ല, ഐസും കൊണ്ട് നമുക്ക് തീ ഉണ്ടാക്കാൻ പറ്റുന്നു. ഹൗ? അതെനിക്കറിയണം. അത് നമ്മൾ യൂട്യൂബിൽ നോക്കി ഹൗ കെൻ യു സ്റ്റാർട്ട് ഐസ് ഫയർ വിത്ത് ഐസ്. Don't try this at home. നിങ്ങളുടെ Just watch the video if you want, but don't do it at home. Okay. Yahoo was originally called Jerry's Guide to Worldwide. Yahoo, മറ്റേ ഗൂഗിൾ പോലത്തെ Yahoo browser was originally called Jerry's Guide to World Wide Web. Jerry, Tom and Jerry, Jerry's Guide. അത് അങ്ങനെയാണ്. ടോം ആൻഡ് ജെറിയിലെ ജെറി ആണോ അതോ വേറെ ജെറി? വേറെ ഏതാ ജെറിയാണ്, പക്ഷെ മനസ്സിലാക്കാൻ ടോം ആൻഡ് ജെറി. ഓക്കെ. ഇനിയൊന്നുമില്ല. ഓക്കെ, the world's oldest piece of chewing gum is over 9,000 years old. ഇങ്ങനെ അയാൾ ആരെങ്കിലും ചവച്ചോണ്ടിരുന്നതാണോ അതോ 9,000 years വരെ ചവച്ചോണ്ടിരിക്കുക? വാട്ട് ഗേൾ, ചവച്ച the most oldest chewing gum that's still. അത് അതിന് ആരാണ് സൂക്ഷിച്ചു വെക്കുന്നത്? സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹങ്ങളുള്ള ആരെങ്കിലും ആയിരിക്കും. അടുത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇനിയൊന്നുമില്ല. ഓ, നമ്മൾ കൈൻഡ് ഓഫ് ആക്ട്നെസ് കഴിഞ്ഞില്ല. കൈൻഡ് ഓഫ് ആക്ട്നെസ് കഴിഞ്ഞില്ലെന്ന്, ആക്ട് ഓഫ് കൈൻഡ്നെസ് കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ പകുതി വരെ എത്തിയുള്ളൂ. അപ്പൊ മലയാളത്തിലേക്ക് എത്തി അല്ലേ? അതെങ്ങനെയാ നമ്മൾ മലയാളത്തിലേക്ക് എത്തിയ? അതെനിക്ക് അറിഞ്ഞോടാ. ബട്ട് യാ, ഓക്കെ. സെൻഡ് താങ്ക് യു കാർഡ്സ്. യെസ്. യാ. ഡു എ ചോർ ഷോ. ചോർ, not this chore. മനസ്സിലായി. Without being asked. നമ്മൾ ഒരാളോട് ചോദിക്കാതെ ചെയ്യുക. പാത്രം കഴുകുക. ഇതിലെനിക്ക് പറയാൻ താല്പര്യമില്ല, ഓക്കെ, ബട്ട് ഞാൻ പറയാണ്. ലെറ്റ് യുവർ സിബ്ലിംഗ് ചൂസ് സംതിങ് ഫസ്റ്റ്. നോ, ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. ഇഫ് യു വാണ്ട് ടു ചൂസ്, യു ചൂസ്. ഡോണ്ട് ബി സോ നൈസ് ടു ദം. ക്ലീൻ. സേ ഹലോ ടു someone new. ഹലോ. Okay. I don't know how this is a act of kindness, but draw a picture of someone. I drew a picture of you. Not funny. You can find those in social media. People draw each other and then give it to them. An amazing drawing. Yeah. Next. ഇതും എനിക്ക് പറയാൻ താല്പര്യമില്ല. Allow siblings to pick an activity. Yeah. Read a book to someone. Yes, I am a book loversനെ പറ്റിയതാണ്. Okay, read a book to someone. Or, you know, for example, there are some people like me, വലിയ ബുക്ക് കാണുമ്പോൾ ഒന്ന് വായിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് വലിയ ബുക്ക് വായിച്ചത് തന്നെ ഈ ഇടയ്ക്കെന്താണ്. അപ്പോൾ ബുക്ക് വായിക്കും. അത് അടുത്ത ബുക്ക് റെക്കമെൻഡേഷനിൽ പറഞ്ഞത് ഓൾറെഡി. അത് ഏതാ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ ബുക്ക് റെക്കമെൻഡ് ചെയ്ത ബുക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. ഓക്കെ, ഓർത്തിരിക്കോ? ഓർക്കുമല്ലോ. ഓറാം. തിങ്ക് അബൌട്ട് ഇറ്റ്. ഗുഡ് ഗേൾ ഗേൾസ് ടു മർഡർ. യെസ്, ഒരു ടാസ്ക് കൊടുത്തതാണ്. ഓ സോറി, വെരി സോറി. Okay, next. Tell someone you love them. Like, you know, for example, if you say to your dad or mom. You. Not siblings, parents. നമ്മുടെ പാരൻസിനോട് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോട്, സിബ്ലിങ്സിനോട്. ഇതുപോലത്തെ സിബ്ലിങ്സ് ആണെങ്കിൽ പറ്റില്ല, പറയരുത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സിബ്ലിങ്സ് ആണെങ്കിൽ ഷോർലി യു ക്യാൻ ഗോ ആൻഡ് ടെൽ ദം. യാ, ടെൽ ദം ദാറ്റ് യു ലവ് ദം. യാ, ഇറ്റ്സ് എ ഗുഡ് ആക്ട് ഓഫ് കൈൻഡ്നെസ്. യാ, ഓക്കെ, സെയിങ് ദാറ്റ് ടു യു. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്കൊരു ബ്രേക്കിൽ പോയിട്ട് നമ്മൾ ഇന്ന് വിളിച്ച ആൾക്കാരിൽ ലക്കി ആരാന്ന് നോക്കാം. യെസ്. യാ, യെസ്. അപ്പോൾ ബ്രേക്കിൽ പോയിട്ട് വരാം.
വെൽക്കം ബാക്ക് ടു ടിങ് ടോങ്. യെസ്. അപ്പോൾ നമ്മൾ നമ്മളുടെ അവസാനത്തെ സെഗ്മെന്റിലേക്ക് വരികയാണ്. യെസ്. ആരാണ് ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്ക് പോകുന്നത്? യെസ്, ലക്കി വിന്നർ ആരാണ് നമുക്ക് നോക്കാം. യെസ്. ഞാൻ ചൂസ് ചെയ്യുമോ നീ ചൂസ് ചെയ്യുന്നോ? ഞാൻ ചൂസ് ചെയ്യും. ഓക്കെ, ഞാൻ പിടിക്കുന്ന. ആരായിരിക്കും? ഓക്കെ, ആരായിരിക്കും ലിയ? നോറയാണോ അതോ ജോഷുവയാണോ? ജോഷുവാണോ? നമുക്ക് നോക്കാം. ഞാൻ കുലുക്കി. ആണോ? ഞാൻ കണ്ടില്ല. ചൂസ് ചെയ്തോ? ജോഷുവ. കൺഗ്രാറ്റുലേഷൻസ് ജോഷുവ. ഓക്കെ, ജോഷുവ നമുക്ക് പാട്ട് പാടി തന്നു. ജോഷുവയ്ക്ക് പാട്ട് പാടി തന്നു. നമുക്ക് എന്തോ പറഞ്ഞത്? ഈയുടെ മോനെ അതും പറഞ്ഞു തന്നു. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ജോഷുവ. അപ്പോൾ നമ്മൾ ജോഷുവ ഇപ്പോൾ ടിക്കറ്റ്സ് കിട്ടിയിരിക്കുകയാണ്. 2 അഡൾട്ട് ടിക്കറ്റ്സ്. ഓക്കെ, അഡൾട്ട് എൻഡ് ടിക്കറ്റ്സ്, അഡൾട്ട് കപ്പിൾ എൻട്രി ടിക്കറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ദുബായ് ക്രൊക്കഡൈൽ പാർക്കിലേക്ക്. അപ്പോൾ മുഷ്രിഫിലുള്ള ദുബായ് ക്രൊക്കഡൈൽ പാർക്കിലേക്കുള്ള ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോഷുവയുടെ നമ്പറും ഈ നമ്പറിലേക്ക് ഒന്നോടെ വിളിക്കണം. ഓക്കെ, വിളിച്ചിട്ട് പറയണം ഞാനാണ് ജോഷുവ. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്പർ തരണം. ഓക്കെ, ഞാനാണ് ജോഷുവ എന്ന് വിളിച്ചിട്ട് നമ്പർ തരണം. ഓക്കെ, നമ്പർ തന്നിട്ട് ജോഷുവയുടെ നമ്പർ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് അവർ ജോഷുവനെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഇങ്ങനെ 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ദുബായ് ക്രൊക്കഡൈൽ പാർക്കിലേക്കുള്ള. യെസ്, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ ജോഷുവ. കുഴപ്പമില്ല, അടുത്ത ആൾക്കാർക്ക് ഇനിയും വിളിക്കാം. ഓക്കെ, ഇനിയും വിളിച്ചിട്ട് ഇനിയും ടിക്കറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനം ഒന്നോടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ്. ഓക്കെ ഓക്കെ, ഒരുമിച്ച് പറയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. താങ്ക് യു. ഇപ്പോൾ കണ്ടവരിൽ വിളിക്കാൻ ആഗ്രഹിച്ചവരുണ്ടാവും, അപ്പോൾ അവർക്ക് താങ്ക് യു. വിളിച്ചവർക്ക് താങ്ക് യു, കണ്ടവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാ സാറ്റർഡേസ്. ഓക്കെ, എല്ലാ ആഴ്ചയിലും സാറ്റർഡേയിലും എല്ലാ ആഴ്ചയിലെ സാറ്റർഡേസ്. ഓക്കെ, ഞങ്ങൾ 4 to 5 നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ വിളിച്ച എല്ലാവർക്കും സൈനിങ് ഓഫ് ലിയ, ലോറ. 1 more 1 2 3 എടാ മോനെ. ബൈ ബൈ. Bye bye guys.